ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുങ്കുമപ്പൂവിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുങ്കുമപ്പൂവ് ധാരാളമായി കണ്ടുവരുന്നത് ജമ്മു കാശ്മീരിലാണ്. പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് വ്യാവസായിക അടിസ്ഥാനമായിട്ട് നട്ടു വളർത്തുന്നുണ്ട്. അപ്പം 1 ഗ്രാം വരുന്ന കുങ്കുമപ്പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 500 രൂപയോളം വിപണി റേറ്റ് വരുന്നുണ്ട്. അപ്പം 160 ഫ്ലവറിൽ നിന്നും കിട്ടുന്ന കേസരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുങ്കുമപ്പൂവിന് റേറ്റ് കൂടാനും കാര്യം. അപ്പം കുങ്കുമപ്പൂവിൻ്റെ വ്യാജന ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2-3 കുങ്കുമപ്പൂവിൻ്റെ കേസരങ്ങളിട്ട് വയ്ക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഗോൾഡൻ യെല്ലോ കളർ, ഈ രൂപത്തിൽ ഗോൾഡൻ യെല്ലോ കളർ ഈ നിറം കിട്ടുവാണെങ്കിൽ യഥാർത്ഥ കുങ്കുമപ്പൂവാണ്. റെഡ് കളറോ ഓറഞ്ച് കളറോ കിട്ടുവാണെങ്കിൽ അത് വ്യാജനാണ്. നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. കുങ്കുമപ്പൂ മനുഷ്യ ശരീരത്തിൽ എന്തുമാത്രം ഉപയോഗം ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ കുങ്കുമപ്പൂവ് രക്തക്കുറവുള്ള ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ HB ലെവൽ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ PCODയുടെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് PCODയുടെ പ്രോബ്ലം പരിഹരിക്കപ്പെടും. പിന്നെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു. വെറും വയറ്റിൽ കുങ്കുമപ്പൂവ് കഴിക്കുവാണെങ്കിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പിന്നെ പനി, ചുമ, ആസ്മ പോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുങ്കുമപ്പൂ കഴിക്കുന്നത് നല്ലതാണ്. അതിലൊരു മാറ്റം ഉണ്ടാവും. അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക്, പിന്നെ BP കൂടുതലുള്ളവർക്കായിരുന്നാലും കുറവുള്ള ആൾക്കാർക്കായിരുന്നാലും കുങ്കുമപ്പൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവ് കുങ്കുമപ്പൂവിനുണ്ട്. ഓർമ്മക്കുറവുള്ള ആൾക്കാർ കുങ്കുമപ്പൂ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓർമ്മശക്തി നിലനിർത്താൻ സാധിക്കുന്നു. ഉറക്കക്കുറവുള്ളവർ കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം ലഭിക്കുന്നു. അതുപോലെ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ കുങ്കുമപ്പൂവിനുണ്ട്. അപ്പം നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് രോഗം വരാതെ സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.